Hi everyone, welcome to my YouTube channel. ഞാൻ എന്ന് പറയാൻ പോകുന്നത് ഗുഡ് ഗേൾസ് ഗൈഡ് ടു മർഡർ എന്ന സീരീസിന്റെ സീസൺ 2 റിവ്യൂ ആണ്. സീസൺ 1 റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്, യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അത് എനിക്ക് അത്ര വ്യൂസ് ഒന്നും കിട്ടിയില്ല, ബട്ട് സ്റ്റിൽ എനിക്ക് സീസൺ 2 കാണണമെന്നുണ്ടായിരുന്നു. നോട്ട് ബിക്കോസ് എനിക്ക് വീഡിയോ ഉണ്ടാക്കണം അതുകൊണ്ടല്ല, എനിക്ക് വളരെ നന്നായിട്ട് ആ ഒരു സംഭവം ഇഷ്ടപ്പെട്ടു. എനിക്ക് വളരെ ഒരു തെറാപ്പി പോലെ തോന്നി ഈ സംഭവം കണ്ടിട്ട്. എനിക്കിത് കണ്ടുകൊണ്ടിരുന്നിട്ട് ഇതേപോലത്തെ ഇനിയും കുറേ സീരീസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ശരിക്കും എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇതേപോലത്തെ കൂടുതൽ സീരീസ് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ഈ ഒരു ഫീല് തരുന്ന സീരീസ്, ലുക്കിംഗ് ഫോർ അലാസ്ക എന്നൊരു സീരീസ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴും ഇതേപോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഇതേപോലെ ഫീൽ ചെയ്യുന്ന ഒരു സീരീസ് ഇനിയും കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നന്നായിട്ട് ആഗ്രഹിച്ച്. പിന്നെ ഇതേപോലത്തെ ക്യാരക്ടേഴ്സ്, പിന്നെ ഈ ആക്ടേഴ്സും വളരെ നന്നായിരുന്നു. എസ്പെഷ്യലി പിപ്പായിട്ട് അഭിനയിച്ച പുള്ളിക്കാരിയോട് എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ റിയലി ലൈക്ക് ഹെർ. നല്ല കരിസ്മയുള്ള, നല്ല പെർഫോമൻസ്, നല്ല ചിരി, നല്ല സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു ക്യാരക്ടർ, ഐ മീൻ ഒരു ആക്ടർ ഓൾസോ. എനിക്ക് അഭിനയം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ആ ഒരു ക്യാരക്ടർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഹോൾ സീരീസ് ഇതൊരു വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള, എൻഗേജിങ് ആയിട്ടുള്ള ഒരു സീരീസാണ്. നന്നായിട്ട് നമ്മളെ പിടിച്ചെടുത്തും. സ്റ്റോറി ടൈറ്റ് സ്റ്റോറിയാണ്. ലൈക്ക് കാരണം ബുക്ക് കുറേ ഉണ്ടല്ലോ, ആ ബുക്കിനെ സീരീസ് ആക്കുമ്പോൾ അതിനനുസരിച്ച് കുറേ റൈറ്റിംഗ് മെറ്റീരിയൽ ഉണ്ടാവും. അത് ശരിക്കും വിസിബിൾ ആണ്. എന്നിട്ട് നല്ല ടൈപ്പ് പാക്ക് സ്റ്റോറിയാണ്. ബട്ട് ഞാൻ ബേസിക്കലി ഹുക്കായിട്ടെന്ന് വെച്ചാൽ ഈ ക്യാരക്ടേഴ്സിന് എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ സ്റ്റോറി നമുക്ക് ഫസ്റ്റ് സീസൺ കണ്ടതുകൊണ്ട് ഇവരൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇനിയും ഇവരുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. നമുക്ക് ഈ സ്ട്രേഞ്ചർ തിങ്സ് ഒക്കെ കാണുമ്പോൾ അവരുടെ ആ ക്യാരക്ടേഴ്സ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുമല്ലോ. അവരുടെ ജേണിയിൽ നമുക്ക് പോകാൻ നല്ല ആഗ്രഹം ഉണ്ടാവും. അവരെന്താ ചെയ്യേണ്ടത്, അവരുടെ ഡേ ടു ഡേ ലൈഫ് എന്താണെന്ന് അറിയാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. അതേപോലെയാണ് ഇവരുടെ കാര്യം. അപ്പൊ ഇവരുടെ കാര്യത്തിൽ ഡേ ടു ഡേ ലൈഫ് അധികം കാണിക്കുന്നില്ല. ലൈക്ക് ഇവർ ചോറിന് കാണിക്കുന്നില്ല, ചോറല്ല, അവർ ഫുഡ് കഴിക്കാൻ കാണിക്കില്ല, അവർ ഉറങ്ങുന്ന കാണിക്കില്ല. ബട്ട് അവർ ഫുൾ ടൈം ഈ കേസിലേക്ക് നോക്കുന്നതാണ് കാണിക്കുന്നത്. എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പിപ്പും രവിയും തമ്മിലുള്ള ഒരു ബന്ധം, അത് അത് വളരെ അടിപൊളി റിലേഷനാണ്. ലൈക്ക് നമുക്കും അതേപോലെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചു. ഇത്രയും സപ്പോർട്ടീവായിട്ട് ഒരു പാർട്ട്ണർ ബുക്കിൽ അങ്ങനെ ഇരിക്കാം ചിലപ്പോൾ. നല്ല സപ്പോർട്ടാണ് രവി. ഗ്രീൻ ഫോറസ്റ്റ് ആണ് രവി ശരിക്കും പറഞ്ഞാൽ. ബട്ട് ആസ് എ മാൻ എന്ന രീതിയിൽ ശരിക്കും പുള്ളിക്ക് വേറെ ജീവിതമൊന്നും ഇല്ലേ, അതൊന്നും കാണിക്കുന്നില്ല. ശരിക്കും മെയിനായിട്ട് പുള്ളിയുടെ ലൈഫിൻ്റെ നമ്മൾ ഒരു പോർഷൻ കാണിക്കുന്നത് വെച്ചാൽ പിപ്പിൻ്റെ ഒപ്പം ഉള്ളൊരു ജീവിതമാണ് കാണിക്കുന്നത്. പിപ്പിൻ്റെ ഒപ്പം എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്, അവളുടെ ഒരു ജേണിയിൽ, അവളുടെ ഒരു ഡിറ്റർമിനേഷൻ്റെ ഒപ്പം ഇവൻ കൂടെ നിന്ന് അവൾക്ക് വേണ്ടി ഞാൻ എൻ്റെ കൂടെയുണ്ട്, സാർജ്, വിത്ത് യു സാർജ് എന്നൊക്കെ പറഞ്ഞ്, ട്രബിൾ എന്നൊക്കെ പറഞ്ഞ് കൂടെ നിന്ന് നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ട്, നല്ലൊരു സപ്പോർട്ടീവായിട്ടൊരു പാർട്ട്ണർ. അങ്ങനെയാണ് രവിയുടെ സ്റ്റോറി ഈ പ്രാവശ്യം കാണിക്കുന്നത്. ബട്ട് സ്റ്റിൽ പുള്ളിക്കാരൻ്റെ ചെയ്യാൻ വേണ്ടി കുറച്ചൊക്കെ കൊടുത്തിരുന്നു. ബട്ട് ആ ഒരു ബന്ധം ഡെഫിനറ്റ്ലി വളരെ ക്യൂട്ടായിട്ട് തോന്നി. ആ ഒരു ബന്ധം വളരെ നമുക്കും അങ്ങനത്തെ ഒരു സപ്പോർട്ടീവായിട്ടൊരു പാർട്ട്ണർ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ളൊരു സംഭവം അവർക്ക് ഉണ്ടാക്കാൻ പറ്റി. പിന്നെ ഈ ഒരു ടൈറ്റ് പ്ലോട്ട് ലൈൻ ലൈക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ അടുത്തെന്ത് സംഭവിക്കും, ആ സ്റ്റോറി പോകുന്ന രീതി നമുക്ക് അറിയണം. അടുത്തെന്ത് സംഭവിക്കും അങ്ങനത്തെ ഒരു ത്വര നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് ഡെഫിനറ്റ്ലി സാധിച്ചിട്ടുണ്ട്. പിന്നെ അഭിനയം എല്ലാവരും അടിപൊളിയാണ്. ഓബ്വിയസ്ലി വില്ലന്മാരാണെങ്കിലും നടന്മാരാണെങ്കിലും എല്ലാവരും അടിപൊളിയാണ്. സ്റ്റോറി പോകുന്ന രീതി നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ബട്ട് ഡെഫിനറ്റ്ലി ദ ക്ലൈമാക്സ് ഓഫ് കോഴ്സ് ലൈക്ക് ഇനിയും ഉണ്ടല്ലോ, ലൈക്ക് ഇനിയും കാണാനുണ്ട്. ഇപ്പം ഇത്ര നാളെ വെയിറ്റ് ചെയ്യണമല്ലോ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ബേസിക്കലി എനിക്ക് ഈ സീരീസിനെ കണ്ട് തീർക്കാൻ തീരാൻ തോന്നില്ല. ലൈക്ക് ഇനിയും കാണണമെന്നുണ്ടായിരുന്നു. ലൈക്ക് ഇനി എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇനി എൻ്റെ അടുത്ത സീസൺ വേണമെന്ന് അറിയില്ല. ബട്ട് ഒരു ലൈക്ക് തെറാപ്പി പോലെയായിരുന്നു. നമ്മുടെ ചുറ്റുമുള്ള ലൈഫ് ഫുള്ളും ഒന്ന് മയധൃതിയായിട്ടുള്ള ലൈഫെല്ലാം മാറ്റി, ലൈഫ് കുറച്ച് സ്ലോ ആയിട്ട് പോയി, കുറച്ച് പയ്യെ നല്ല തെറാപ്പി പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരു സാധനം കാണാൻ പറ്റി എന്നുള്ള രീതിയിൽ അതിൽ വളരെ സന്തോഷമുണ്ട്. ലൈക്ക് എൻ്റെ ലൈഫ് ആ ഒരു മൊമെന്റ് ഞാൻ ബിഞ്ച് വാച്ചാണ് ഇത്. അടുപ്പിച്ചടുപ്പിച്ച് എപ്പിസോഡ് കണ്ട് 8 എപ്പിസോഡ് ഒരുമിച്ച്, 6-8 എപ്പിസോഡ് കണ്ട് ഒരുമിച്ചാണ് ഞാൻ കണ്ടത്. അപ്പോൾ എൻ്റെ ലൈഫ് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതെനിക്ക് തന്ന ഈ ഒരു സീരീസിനോട് എനിക്ക് നന്ദി പറയാനുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് താങ്ക് യു, A Good Girl's Guide to Murder. So yeah, bye.